നാഗദൈവങ്ങളെ, ഈ കുടുംബത്തിന് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും നൽകണേ. എപ്പോഴും ഈ കുടുംബത്തിന് സന്തോഷം മാത്രം നൽകണേ. മനസ്സിനകത്ത് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഈ ഓണം ഏറ്റവും തെളിച്ചമുള്ളതാകട്ടെ എല്ലാവർക്കും. അതെ അമ്മേ, രാധമോളുടെ കൂടെ അടുക്കള ജോലിക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ. നമ്മള് കൊഴഞ്ഞു പോവും. ഒരു കാരണവശാലും ഒപ്പ് എത്തില്ല കേട്ടോ. നേരെ സുമിത്രേ, ഞാനും അത് നോക്കുമായിരുന്നു. ഏത് കറി നോക്കിയാലും കൃത്യമായിട്ടുള്ള പാകം. അടുക്കളയിൽ ഒരു സാധനം ഇരിക്കുന്നത് ഏതു കോണിലാണെന്നും എവിടെയാണെന്നുള്ളതും കൃത്യമായിട്ടറിയാം. മോളെ ശരിക്കും ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? എന്നെ തങ്കം പഠിപ്പിച്ചതാ. അല്ല, സോറി, ഞാൻ ഇടയ്ക്ക് പേര് വിളിക്കുന്നതാ അവർക്കിഷ്ടം. ഓ, അതൊന്നും സാരമില്ല മോളെ. എന്നെ ഇവരിടയ്ക്കൊക്കെ പേര് ചൊല്ലി വിളിക്കാറുണ്ടല്ലോ. അല്ല, സിത്താരയാണല്ലോ അമ്മ. അപ്പൊ സിത്താര ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ സ്വാഭാവികമായിട്ട് പഠിക്കുക. പകരം പഠിച്ചത് പാചകവും. ഇതാ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ആര് രണ്ടുപേരും? അല്ല, രണ്ടുപേരും ഉണ്ടല്ലോ. അതിലൊന്ന് അടുക്കളയിൽ മിടിക്കുക, വേറൊന്ന് അടുക്കള കണ്ടിട്ടുകൂടിയില്ല. നിർമ്മലേ, ഉത്രാട വിളക്ക് വെക്കുന്ന സമയത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാ, ഉള്ളിന്റെ ഉള്ളില് ഓരോന്നും വെച്ചിട്ടുള്ള സംസാരം വേണ്ടാന്ന്. അതാവർത്തിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഓണ ദിവസം അത്ര നന്നാവില്ല നിനക്ക്. പോട്ടെ മുത്തശ്ശി, അമ്മായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ പറയുന്നത് അതൊരു രസല്ലേ? അല്ല, ഇതൊരു രസമായിട്ട് എടുക്കാനാണ് മോള് തീരുമാനിച്ചതെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. അതല്ല, ഇതൊക്കെ കേട്ട് മോള് സങ്കടപ്പെടുകയാണെങ്കിൽ മൊത്തം പ്രശ്നമാ.